നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ഇന്ന് ഗോളിൽ ആരംഭിച്ചല്ലോ. അപ്പോൾ ആദ്യ ദിവസത്തെ കളിയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാവുകയാണ്. ഇന്നത്തെ ദിവസം ഇന്ത്യൻ ബാറ്റർമാരുടെ ഗംഭീരമായിട്ടുള്ള ആധിപത്യമാണ് നമ്മൾ കണ്ടത്. ഇന്ന് സ്റ്റാർ പ്ലെയർ സംശയമില്ല ദേവദത്ത് പടിക്കലാണ്. അവൻ നമ്പർ 3 ഇറങ്ങി സെഞ്ചുറി നേടി അൺബീറ്റനായിട്ട് ക്രീസിൽ നിൽപ്പുണ്ട്. അതുപോലെ ജയ്സ്വാൾ നന്നായിട്ട് കളിച്ചു, KL രാഹുൽ നന്നായിട്ട് കളിച്ചു. പക്ഷേ ക്രാമ്പ് വന്നിട്ട് കയറി പോവേണ്ടി വന്നു. ഇപ്പോൾ പന്ത് ക്രീസിലുണ്ട്. ഗില്ല് മാത്രമാണ് ഇന്ന് ബൗളർമാർ പുറത്താക്കിയ ഒരു ബാറ്റർ ഉള്ളത്. നമ്മുടെ ജയ്സ്വാളിൻ്റെ വിക്കറ്റ് പോയെങ്കിലും അത് റണ്ണൗട്ടായിരുന്നല്ലോ. വളരെ ദൗർഭാഗ്യകരമായ രൂപത്തിലുള്ള ഒരു റണ്ണൗട്ട്. ഇന്ന് 5 ഇന്ത്യൻ ബാറ്റർമാർ ബാറ്റ് ചെയ്ത് കേട്ടോ. അത് വേറെ കാര്യം. ശ്രീലങ്കൻ ബൗളർമാർ എടുത്തത് ഒരേ ഒരു വിക്കറ്റും. പ്രഭാത് ജയസൂര്യക്കാണ് വിക്കറ്റ്. പ്രഭാത് ജയസൂര്യ ഉയർത്തുന്ന ത്രെട്ട് ഒന്നും അല്ലാതാക്കി മാറ്റാൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ന്യൂ ബോളിന് പോലും സിങ്ങോ മൂവ്മെൻറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ബാറ്റിംഗ് പാരഡൈസ്. എന്നാൽ ശ്രീലങ്കയുടെ ഭാഗത്ത് കെശാര നുവാന്ത ഡെബ്യൂട്ടൻ സ്പിന്നറാണ്. അദ്ദേഹം നല്ല രൂപത്തിൽ ബോള് ഇന്ത്യൻ ബാറ്റർമാർക്ക്, പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാൻഡർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ചില ഡെലിവറികൾ എറിഞ്ഞു. പക്ഷേ അതേപോലെ തന്നെ ഇനാക്കുറേറ്റും ആയിരുന്നു. ആ ഇനാക്കുറസി അദ്ദേഹം ഉണ്ടാക്കേണ്ടിയിരുന്ന ത്രെട്ട് വല്ലാതെ സ്വയം കുറക്കുന്ന അവസ്ഥയുണ്ടായി. അത് ക്യാപിറ്റലൈസ് ചെയ്ത് നല്ല രൂപത്തിൽ ദേവദത്ത് പടിക്കലൊക്കെ ബാറ്റ് ചെയ്തപ്പോൾ നമ്മൾ നല്ലൊരു സ്കോറിലേക്ക് ഇപ്പോഴേ എത്താനുള്ള അടിത്തറ പാകിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം സംഭവിച്ചത് ഇന്ത്യയുടെ 288 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 എന്നുള്ള മികച്ചൊരു ബാറ്റിങ്ങും, അതുപോലെ മഴ വന്ന് 2 തവണയായിട്ട് ബ്രേക്ക് വന്നു. ഒന്ന് ലഞ്ചിന് ശേഷം വന്നു, പിന്നെ അവസാനത്തിൽ വന്നു. അങ്ങനെ 10-17 ഓവറുകൾ ഇന്ന് നഷ്ടമായിട്ടുണ്ട്. അത് നാളെ നമുക്ക് മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തുകൊണ്ട് ആ കുറവൊക്കെ നികത്താൻ പറ്റും എന്ന് തന്നെ കരുതാം. കറണ്ട് റൺ റേറ്റ് 3.94 അവസാനത്തെ 10 ഓവറിലാണെങ്കിൽ 49 റൺസ് അടിച്ചു. 4.9 റൺ റേറ്റിൽ ബാറ്റ് വീശുകയും ചെയ്തു. എന്തായാലും മികച്ച രൂപത്തിൽ തന്നെയാണ് ഇന്ത്യൻ ബാറ്റർമാർ ഇന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 288 for 2. ദേവദത്ത് പടിക്കൽ 131 നോട്ട് ഔട്ട്. KL രാഹുൽ 77 റൺസ് അടിച്ചു. അദ്ദേഹം റിട്ടയർഡ് ആയിട്ടായി. നമ്മൾ വിശദമായിട്ട് കാര്യത്തിലേക്ക് വന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 600ാമത്തെ ടെസ്റ്റ് മത്സരമാണിത്. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയിൽ ആരംഭിച്ച ഒരു ടെസ്റ്റ് മത്സരമാണ്. അപ്പോൾ അതിൽ തന്നെ സെഞ്ചുറി നേടാൻ ദേവദത്ത് പടിക്കലിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. 178 പന്തുകളിൽ നിന്നാണ് അൺബീറ്റനായിട്ട് അദ്ദേഹം 131 റൺസുമായിട്ട് നിൽക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു സെഞ്ചുറി അദ്ദേഹം നേടുന്ന സമയത്ത് ക്രീസിലുണ്ടായിരുന്ന ശുഭൻ ഗില്ലാണ്. ഏതായാലും ഗില്ല് മാത്രമാണ് ഇന്ന് ബൗളർമാർക്ക് മുന്നിൽ വീണുപോയ ഒരു ബാറ്റർ എന്ന് ഞാൻ പറയുകയും ചെയ്തല്ലോ. യശസ്വി ജയ്സ്വാൾ റണ്ണൗട്ടായി 32 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് സ്കോറിലേക്ക് അദ്ദേഹം പോകുമെന്ന് കരുതിയതാണ്. ആ സമയത്താണ് ആ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള റണ്ണൗട്ട് വന്നത്. എന്തായാലും ശ്രീലങ്കയുടെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട വിധത്തിൽ ഇന്ന് പിച്ചിൽ നിന്ന് ചെറിയ ടേണൊക്കെ ലഭിച്ചത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഈ ഒരു ട്രാക്കിൽ നമ്മൾ 2 ദിവസം നല്ല ബാറ്റിംഗ് പാരഡൈസ് പ്രതീക്ഷിക്കുന്നു. പിന്നെ സ്പിന്നർമാർക്ക് കുറച്ചൊക്കെ അസിസ്റ്റൻസ് ലഭിച്ചേക്കും. അവർക്കൊരു ഇന്നത്തെ കളിയുടെ ഒരു സെക്കൻഡ് അവറിലൊക്കെ നല്ല രൂപത്തിൽ ബോള് കുത്തിത്തിരിയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. സ്പിന്നേഴ്സിന് ഒരു അപ്രീഷിയബിൾ ടേൺ ലഭിച്ചിരുന്നു. പക്ഷേ അതവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയി. കളി നൽകുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ കളി പുരോഗമിക്കുമ്പോൾ ഒരു ടിപ്പിക്കൽ ഗാലെ ടേണറായിട്ട് ടെസ്റ്റിൻ്റെ അവസാനത്തിലേക്ക് ഇത് മാറും എന്ന് തന്നെയാണ് ഈ പിച്ച് ഇപ്പോൾ നമുക്ക് നൽകുന്ന സൂചന. അപ്പോൾ എന്തുവാണെന്ന് വെച്ചാൽ നാളെ ഗംഭീരമായിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്കോർ 500-500 മുകളിലേക്കൊക്കെ കൊണ്ടുപോകണം. പിന്നെ ബാക്കി 3 ദിവസം കൊണ്ട് 2 തവണ ശ്രീലങ്കയെ പുറത്താക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഇന്ത്യൻ ബൗളർമാർ കാണിക്കുകയും വേണം. അങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഗില്ല് ക്യാപ്റ്റനായിട്ട് 9 ടെസ്റ്റുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ മാത്രം ടോസ് വിന്നാണ് ഇന്ന് സംഭവിച്ചത്. ഇന്ത്യക്ക് ടോസ് കിട്ടണം എന്നുള്ളത് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ആ പിച്ചിൻ്റെ സ്വഭാവം വെച്ച് ആദ്യം ബാറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടി. പക്ഷേ നോക്കുക, ന്യൂ ബോൾ
ന്യൂ ബോളിൽ ഒരു തരത്തിലുള്ള സിങ്ങോ സീമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അനായാസം ബാറ്റ് ചെയ്ത് പോകാമായിരുന്നു. എന്നാൽ ആ ഒരു റണ്ണൗട്ട് സംഭവിച്ചു. അവരുടെ ഡെബ്യൂട്ടൻ ഓഫ് സ്പിന്നർ കെഷാര നുവാന്തക്കെതിരെ KL രാഹുൽ ഡീപ്പ് മിഡ് ഓണിലേക്ക് ഒരു ഷോട്ട് കളിക്കുന്നു. എന്നിട്ടൊരു ഈസി സിംഗിളിന് അദ്ദേഹം ഓടുകയാണ്. പക്ഷെ അതേസമയം നുവാന്ത ബോള് എടുക്കാൻ വേണ്ടിയിട്ട് ഡൈവ് ചെയ്യുമ്പോൾ നേരെ ക്ലാഷ് ആവുന്നത് നമ്മുടെ യശസ്വി ജയ്സ്വാളുമായിട്ടാണ്. ജയ്സ്വാൾ അവിടെ വീണ് പോകുന്നു. വീണിട്ട് എഴുന്നേറ്റ് അദ്ദേഹം ഓടാൻ പോകുന്നു. അപ്പോൾ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് അദ്ദേഹം പിന്നെ പിന്തിരിയുകയും ചെയ്യുന്നു. അതേസമയം KL രാഹുൽ അദ്ദേഹത്തിൻ്റെ ഓട്ടം തുടർന്നു, നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിലേക്ക് എത്തുകയും ചെയ്തു. രണ്ടുപേരും ഒരേ സ്ഥലത്ത് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അത് നിറോഷാൻ ഡിക്വെല്ലയുടെ കൈകളിലേക്ക് ബോൾ എത്തുമ്പോൾ അദ്ദേഹം ഒന്നും മടിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഡൗട്ട്സ് അവിടെ വരാൻ സാധ്യതയുണ്ടോ, ഇത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. അത് പിന്നെ അത് റണ്ണൗട്ട് ആക്കുന്നു, അവരത് ക്ലെയിം ചെയ്യുന്നു. അതാണ് സംഭവിച്ചത്. അതിനിപ്പോൾ പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും അത് ഔട്ടാണ്. അതങ്ങനെ അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം KL രാഹുലിനും വേണമെങ്കിൽ ആ റണ്ണ് വേണ്ടെന്നൊക്കെ വരും. അദ്ദേഹം വീണ സമയത്ത് തന്നെ ആ റണ്ണിന് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ KL രാഹുലിന് തിരികെ പോകാമായിരുന്നു. അത് ചെയ്തില്ല. അദ്ദേഹം ഓട്ടം കണ്ടിന്യൂ ചെയ്തു. അതേസമയം വീണ സമയത്ത് തന്നെ നോ വിളിക്കാമായിരുന്നു വേണമെങ്കിൽ യശസ്വി ജയ്സ്വാളിനും എന്നുള്ളൊരു മറുവശം കൂടി അവിടെ ഉണ്ട്. എന്നാലും സീനിയർ പ്രോ ആയിട്ടുള്ള രാഹുലായിരുന്നു അത് വേണ്ടെന്ന് വെക്കേണ്ടത് എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. ഏതായാലും ശ്രീലങ്കക്കാർ അത് അപ്പീൽ ചെയ്തു, അത് ഔട്ടായി. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യശസ്വി ജയ്സ്വാളിന് വലിയൊരു നഷ്ടമാണ്. മികച്ചൊരു സ്കോറിലേക്ക് പോകാമായിരുന്നു. എന്തായാലും അദ്ദേഹം ഔട്ടായപ്പോൾ പകരം വന്ന് ദേവദത്ത് പടിക്കലാണ്. പടിക്കലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കംബാക്ക് ആണല്ലോ. അദ്ദേഹം ഇതിനു മുമ്പ് പെർത്തിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് കളിക്കാൻ ഇറങ്ങി 23 പന്തുകളിൽ ഒരു ഡെക്ക്, 71 ബോളുകൾ, 25 ഇങ്ങനെയൊക്കെയുള്ള ഇന്നിങ്സുകളാണ്. അപ്പോൾ നല്ലൊരു കണ്ടീഷനിൽ നല്ലൊരു ഇന്നിങ്സ് കളിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അവസരമാണ്. അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ ബാറ്റ് ചെയ്ത് പോവുകയും ചെയ്തു. നമുക്ക് ആദ്യത്തെ 10-23 ബോളുകൾ ഫേസ് ചെയ്യുമ്പോൾ അദ്ദേഹം 21 റൺ അടിക്കുന്നുണ്ട്, ഒരു സിക്സറൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബോള് തിരിയുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ സായ് സുദർശന് ഇല്ലാത്തതുകൊണ്ട്, അദ്ദേഹം പരിക്ക് പറ്റി ഈ സ്ക്വാഡിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്പർ 3 നേതൃത്വ പടിക്കൽ വരുന്നത്. സായ് സുദർശനൊക്കെ ചെയ്യാറുള്ള പോലെ തന്നെ ഡീപ്പായിട്ട് ക്രീസിലേക്ക് നിന്നുകൊണ്ടാണ് അദ്ദേഹം സ്പിന്നർമാരെ കളിച്ചത്. പക്ഷേ ഡീപ്പായിട്ട് ക്രീസിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് കൂടുതൽ സ്കോറിംഗ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ അദ്ദേഹം കാര്യങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അതായത് പിച്ചിലേക്ക് ഇറങ്ങി വന്ന് അടിക്കാനുള്ള ശ്രമം, സ്വീപ്പ് ചെയ്യാനുള്ള ശ്രമം ഒക്കെ അദ്ദേഹം നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു. ശ്രീലങ്കൻ സ്പിന്നേഴ്സ് ഉണ്ടാക്കിയെടുത്തേക്കാമായിരുന്ന ഒരു ത്രെട്ടിനെ അദ്ദേഹം തൻ്റെ റിതം കൊണ്ടില്ലാതെയാക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അതേസമയം മറുഭാഗത്ത് പടിക്കലിൻ്റെ കർണാടക സഹതാരമായിട്ടുള്ള KL രാഹുൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് സീമർമാർക്കെതിരെ അദ്ദേഹം എന്ത് ചെയ്തു, അതേപോലെ തന്നെ സ്ട്രൈറ്റ് ബോളുകൾ മാത്രം കളിക്കുക, പുറത്തേക്ക് പോകുന്ന ബോളുകളുടെ പിന്നാലെ ഫോളോ ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. സ്പിന്നിനെതിരെയും അദ്ദേഹം അങ്ങനെ തന്നെയാണ് കളിച്ചു കൊണ്ടുപോയത്. ഏതായാലും പ്രഭാ ജയസൂര്യക്കെതിരെ അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു പോയി. എന്നാൽ നുവാന്തയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, കേശാര നുവാന്തയാണ് കുറച്ചുകൂടി ത്രെട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പന്തുകൾ എറിഞ്ഞുകൊണ്ടിരുന്നത്. വിക്കറ്റ് കിട്ടും എന്ന് തോന്നിച്ചുകൊണ്ടുള്ള ബോളുകളൊക്കെ എറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു 18 എറർ ഷോട്ടുകൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻകൺസിസ്റ്റൻസി, അതായത് ഒരു ബോൾ നന്നായിട്ട് എറിയുന്നു, ടേൺ ചെയ്യുന്നു, അടുത്ത ബോൾ അദ്ദേഹത്തിൻ്റെ ലെങ്ത്തും മറ്റൊക്കെ എററാവുന്നു. അങ്ങനെ ചെയ്തപ്പോൾ ആ ഉണ്ടാകുമായിരുന്ന പ്രഷർ അദ്ദേഹം തന്നെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം ഒടുവിൽ 21 ഓവറുകളിൽ 98 റൺസ് വിട്ടുകൊടുക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. പടിക്കൽ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള എറേഴ്സ് വരുമ്പോഴൊക്കെ അത് മുതലെടുത്ത് റണ്ണാക്കാൻ റെഡിയായിട്ട് തന്നെയാണ് ക്രീസിൽ നിന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ രാഹുലിനേക്കാൾ കുറച്ചുകൂടി വേഗത്തിൽ സ്കോർ ചെയ്തു പോയതും പടിക്കലായിരുന്നു. അതേസമയം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ക്രാമ്പ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ടീക്ക് മുമ്പ് അദ്ദേഹം അവസാനം ഫേസ് ചെയ്യുന്ന 9 പന്തിൽ നിന്ന് 13 റൺസ് അടിക്കുന്നു. ഒരു അർജൻസി അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടാവണം, മനസ്സിലുണ്ടായിരിക്കണം. പക്ഷേ ടീക്ക് ശേഷം അദ്ദേഹം കളി തുടരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ബാറ്റ് മര്യാദക്ക് ഹോൾഡ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ, ഒരു ക്രാമ്പ് വരുന്നു. പിന്നെ നടന്നു പോകുമ്പോൾ പോലും നന്നായിട്ട് അദ്ദേഹം ബുദ്ധിമുട്ടി കളിക്കളം വിടുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഗില്ല് വന്നു. ഗില്ല് മോശമല്ലാത്ത രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ജയസൂര്യ അദ്ദേഹത്തെ മടക്കി വിടുന്നൊരവസ്ഥയുണ്ടായി. 16 റൺസിലാണ് അദ്ദേഹം മടങ്ങുന്നത്.
പക്ഷെ അതിനിടക്ക് പടിക്കൽ തൻ്റെ സെഞ്ചുറി നേടിക്കഴിഞ്ഞിരുന്നു. പടിക്കലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സ്റ്റെപ്പാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ കിട്ടിയ അവസരം അദ്ദേഹം ഇവിടെ മുതലാക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് കൂട്ടായിട്ട് ഋഷഭ് പന്ത് എത്തുന്നു. ഋഷഭ് പന്തും അദ്ദേഹം കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ മഴ വരുന്നുണ്ട്. വീണ്ടും മഴയ്ക്ക് ശേഷം പിന്നീട് ഒരു 40 മിനിറ്റ് ശരിക്കും ട്രിക്കി ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ ബാറ്റ് ചെയ്യേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ നുവാന്തയും അതുപോലെ സ്പിന്നർമാർ നമ്മുടെ ഋഷഭ് പന്തിനെ ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നന്നായി കുത്തിത്തീരുന്നു, എഡ്ജ് മിസ്സാവുന്നു, ഒക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരുവിധം അദ്ദേഹം അവിടെ ക്രീസിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ നിൽക്കുകയും ചെയ്തു. കാരണം ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ലോ, ഈ പിച്ച് നൽകുന്നൊരു സൂചന അതാണ്. ഈ അവസാന സെഷനിലൊക്കെ ഉണ്ടല്ലോ, ഈ മഴക്കൊക്കെ ശേഷമൊക്കെ 4.5 ഡിഗ്രി ഓൺ ആൻ ആവറേജ് ഫൈനൽ സെഷനിൽ ബോൾ കുത്തിത്തിരിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഫസ്റ്റ് സെഷനിൽ 3.8, രണ്ടാം സെഷനിൽ 4.2 ഡിഗ്രി. ഇപ്പം ഫൈനൽ സെഷൻ ആകുമ്പോഴേക്കും 4.5 ഡിഗ്രിയിലേക്ക് ആ ബോൾ കുത്തിത്തിരുന്നതിൻ്റെ ഒരു ആവറേജ് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കളി പുരോഗമിക്കുമ്പോൾ ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും ബാറ്റർമാർക്ക് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ ശ്രീലങ്ക അവരുടെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ഇപ്പോൾ നാളെ ഇന്ത്യയുടെ ഇന്നിങ്സ് കഴിഞ്ഞിട്ട് അവർ മറ്റന്നാളോ ഒക്കെ ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കാര്യങ്ങൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുൽദീപിനെ പോലെയുള്ള ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ഓഫ് സ്പിന്നർമാരില്ല, പക്ഷേ കുൽദീപിനെ പോലുള്ളവരുടെ റിസ്റ്റ് സ്പിന്നും അതുപോലെ മറുഭാഗത്ത് ജഡേജയും പിന്നെ സുതാറുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന അവരുടെ സ്കില്ലും ഒക്കെ ആകുമ്പോൾ ഈ പിച്ചിൻ്റെ സ്വഭാവം വെച്ച് എങ്ങനെ അവർ സർവൈവ് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പറയുമ്പോൾ പൂർണ്ണമായിട്ടും ബാറ്റിങ്ങിന് അനുകൂലമായൊരു ദിവസം. സീബർമാർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. സ്പിന്നർമാർക്ക് ബോൾ ടേൺ ചെയ്ത് കിട്ടിയെങ്കിലും അവർ ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാതെ വന്നതോടുകൂടി ഇന്ത്യക്ക് ഒന്നുകൂടി എളുപ്പമായി. അപ്പോൾ ശ്രീലങ്കയുടെ വിവശതകൾ, ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ ഗംഭീരമായിട്ടുള്ള ആധിപത്യം, അതാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ സ്കോർ കാർഡ് ഒന്ന് നോക്കാം. യശസ്വി ജയ്സ്വാളും KL രാഹുലും ചേർന്ന് ഓപ്പൺ ചെയ്തു. യശസ്വി ജയ്സ്വാൾ മടങ്ങുമ്പോൾ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ 47 റൺസാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം 37 പന്തിൽ നിന്നാണ് 5 4 സഹായത്തോടെ 32 റൺസ് അടിച്ചത്. KL രാഹുൽ റിട്ടയർഡ് ഹെർട്ടായിട്ട് പോയി. 162 പന്തിൽ നിന്ന് 9 4 ഒരു 6 അടക്കം 77 റൺസാണ് അദ്ദേഹം അടിച്ചത്. ദേവദത്ത് പടിക്കൽ 178 പന്തിൽ നിന്ന് 131 റൺസുമായിട്ട് പുറത്താണ് നിൽക്കുന്നുണ്ട്. ശുഭൻ ഗിൽ 28 പന്തിൽ നിന്ന് 16 റൺസ് എടുത്ത് മടങ്ങി. ഋഷഭ് പന്ത് 36 പന്തിൽ നിന്ന് 27 റൺസുമായിട്ട് ക്രീസിലുണ്ട്. അതേസമയം ശ്രീലങ്കയുടെ ഭാഗത്ത് ഒരേ ഒരു വിക്കറ്റ് എടുത്തയാൾ പ്രഭാത് ജയസൂര്യയാണ്. 24 ഓവറിൽ 77 റൺസ് അദ്ദേഹം ഒരു വിക്കറ്റ് എടുത്തു. പിന്നെ അവർ കിട്ടിയ ഒരു വിക്കറ്റ് റൺഔട്ടാണല്ലോ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ധ്രുവ് ജുറലും രവീന്ദ്ര ജഡേജയും മനോജ് സുതാറും ഒക്കെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങാനുണ്ട് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നാളത്തെ ദിവസം ഈ കൂട്ടുകെട്ട് ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ജുറൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കപ്പാസിറ്റി മികച്ച രൂപത്തിൽ പുറത്തെടുക്കണം. രവീന്ദ്ര ജഡേജ നമ്മൾ കണ്ടല്ലോ, വാമപ്പ് മത്സരത്തിൽ നന്നായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി തുടരുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 500 റൺസോ അതിന് മുകളിലേക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയേക്കും. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രീലങ്ക ബാക്ക് ഫുട്ടിലാവും. അതാണ് ഇന്നത്തെ ദിവസം നമുക്ക് നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത്. നാളെ നല്ല രൂപത്തിൽ ബോൾ കുത്തിത്തിരിയാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. പിന്നെ മഴ ഇടയ്ക്കിടയ്ക്ക് വന്നേക്കാം. ഈ റെയിൻഡിലെ കളിയുടെ മൊമെൻ്റം ആകെ തെറ്റിച്ച് കളയും എന്നുള്ളതൊരു ശരിയാണ്. അത് പിന്നെ ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് അതങ്ങനെ നിൽക്കട്ടെ. നാളത്തെ കളി പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ആദ്യത്തെ സെഷൻ വിക്കറ്റുകൾ പോവാതെ നല്ലൊരു സ്കോറിലേക്ക് പോകാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞാൽ കളി പൂർണ്ണമായിട്ടും നമ്മുടെ കൈകളിൽ തന്നെ നിൽക്കും. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ നിരീക്ഷണങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.